ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഖസീദത്തുൽ ബുർദയിലെ നാലാമത്തെ ഫസ്ലാണ്. ബുർദ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് രംഗത്ത് ഏറ്റവും പ്രാധാന്യം ഉള്ള ഏറ്റവും പ്രമുഖമായ ഒരു രചനയും ഒരു മദ്ഹ് കാവ്യവുമാണ് ഖസീദത്തുൽ ബുർദ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശീർവാദവും തങ്ങളുടെ അംഗീകാരവും വേണ്ടുവോളം ലഭിച്ച ഖസീദയാണ് ബുർദ. നമ്മൾ മറ്റ് 2-3 ഹദീസുകളൊക്കെ വായിച്ച് ഓതുന്ന മദ്ഹിനേക്കാൾ വളരെ അർത്ഥഗർഭമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം മഹത്വങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വളരെ കർണാനന്ദകരമായ രീതിയിൽ കേൾക്കുന്നവർക്ക് വളരെ ആവേശം പകരുന്ന രീതിയിൽ ഓർത്തുവെച്ച കാവ്യമാണ് ഖസീദത്തുൽ ബുർദ. നമ്മൾ ഈ ചൊല്ലുന്നത് പോലെയൊന്നും അല്ല ശരിക്കും ബുർദ ചൊല്ലേണ്ടത്. ബുർദ ചൊല്ലാൻ ചില നിബന്ധനകൾ ഉണ്ട്. ബുർദയുടെ വളരെ പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനമാണ് മഹാനായ ഇമാം ഖർബൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ അൽ അസ്മീദത്തു ശുഹദ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയും എന്ത് ഖസീദത്തുൽ ബുർദ കൃത്യമായ രീതിയിൽ പാരായണം ചെയ്താൽ എന്ത് ആവശ്യങ്ങളും സഫലീകൃതമാകും, എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആത്മാർത്ഥമായ ഇഷ്ഖ് കൈവരും. മഹാനവറുകൾ പറയുകയാണ്, കൃത്യമായ രീതിയിൽ ബുർദ പാരായണം ചെയ്താൽ അത് ഫലം ചെയ്യും. പക്ഷെ അത് ഫലം ചെയ്യണമെങ്കിൽ ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ബുർദ ചൊല്ലണം. മഹാനവറുകൾ 9 നിബന്ധനകൾ പറയുന്നുണ്ട്. അതിലൊന്ന് ഉളു ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഉളു ഉണ്ടായിരിക്കുക, ഉളു എപ്പോഴും ഉണ്ടാവണം. ഉളു എപ്പോഴും ഉണ്ടാവണം. ഉളുവുള്ള ആളുകൾക്ക് അത് നഷ്ടപ്പെട്ടാൽ വേഗം പോയി എടുക്കണം. ഉളു ഉള്ള ആളുകൾക്ക് തന്നെ അത് തജ്ദീദ് ചെയ്യൽ പുതുക്കൽ സുന്നത്തുണ്ട് എന്നല്ലേ മസ്അല. എടുത്ത ഉളു കൊണ്ട് ഒരു നിസ്കാരം നിർവഹിച്ചാൽ അത് ഒരു റക്അത്താണെങ്കിൽ പോലും അടുത്ത നിസ്കാരത്തിന് വേണ്ടി ആ ഉളു പുതുക്കൽ സുന്നത്താണ്. അപ്പോ ഏത് വിഷയങ്ങളും ഇപ്പൊ ഖുർആൻ ഓതാൻ ഉളു വേണ്ട, പക്ഷെ സുന്നത്താണ്. അപ്പൊ ബുർദ പാരായണം ചെയ്യാൻ ഉളു വളരെ പ്രധാനപ്പെട്ട ഒരു അദബാണ്. മറ്റൊന്ന് വസാനിഹാ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടുക. വസാലിസുഹാ അദ്ദിഖ്ഖതു ഫീ തസ്ഹീഹി അൽഫാദിഹാ വഇഅറാബിഹാ, ബുർദയുടെ പദങ്ങളൊക്കെ കൃത്യമായി ശരിയാവണ്ണം ഉച്ചരിക്കുക, ഇഅറാബ് തെറ്റാതെ ഓതുക, ഉച്ചരിക്കുക, പാരായണം ചെയ്യുക. അത് ഉസ്താദുമാർക്കറിയാം. ഫാഇലിക്ക് റഫ്അ തന്നെ വായിക്കുക, മഫ്ഊലിക്ക് നസ്ബ് തന്നെ വായിക്കുക, മജ്റൂറിക്ക് ജർ തന്നെ വായിക്കുക. അപ്പോ മൂന്നാമത്തെ ഉപാധി എന്താണ്? പദങ്ങൾ തെറ്റാതെ അതിന്റെ അറബി ഗ്രാമർ പ്രകാരം തന്നെ വായിക്കുക. നാലാമത്തെ അദബെന്താണ്? കൗനുൽ ഖാരി ആലിമൻ ബിമആനിഹാ, ബുർദ ഓതുന്നയാൾക്ക് അതിന്റെ അർത്ഥം അറിയുന്ന ആളായിരിക്കുക. അപ്പോഴൊക്കെ അതിങ്ങനെ ആസ്വദിച്ച് ചെല്ലാൻ കഴിയുള്ളൂ. മറ്റത് തമിഴൻ അണ്ണാച്ചി ഖുർആൻ ഓതിയ പോലാവും. ഖുർആൻ ഓതുന്ന സമയത്ത് ഞാൻ ഉണ്ടായതാണ്. മുമ്പ് ഓതിയിരുന്ന സ്ഥലത്ത് ഇയാൾക്ക് തമിഴനാണ് അണ്ണാച്ചിയൻ. അപ്പൊ മൂല്യമാർക്ക് തന്നെ എല്ലാവർക്കും അർത്ഥം ശരിക്കും കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ഇയാൾ ഇടയ്ക്ക് ചില ആയത്തുകൾ ഓതുമ്പോൾ ഇങ്ങനെ ചിരിക്കും. അത് നരകത്തെ കുറിച്ചും മറ്റൊക്കെയുള്ള ആയത്തേക്കാണ്. എന്നാൽ ചിരിക്കണോട് ഇയാൾ ചിരിക്കൂല. അപ്പൊ ഇയാൾക്കത് മനസ്സിലാകായിട്ടാണ്. അപ്പൊ അതേ രീതിയിൽ അർത്ഥം അറിയാത്ത ആളുകൾക്ക് ഇത് ആസ്വദിക്കാൻ കഴിയില്ല. അർത്ഥം അറിയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്തെല്ലാം വർണ്ണനകളാണ് ഇമാം മുസ്ലിം തങ്ങൾ ഇതിൽ ഓർത്തു വെച്ചിരിക്കുന്നത് ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ ബുർദ പാരായണം ചെയ്യുന്നതിന്റെ അത് ഫലപ്രദമാകാൻ എന്ത് ആവശ്യത്തിന് വേണ്ടി ചൊല്ലിയോ അത് ഫലപ്പെടാൻ സാധ്യമാകാനുള്ള ഒരു ഉപാധിയാണ്
അയ്യകൂനൽ ഖാരിഉ ആലിമൻ ബിമആനിഹാ, പാരായണം ചെയ്യുന്ന ആൾക്ക് ബുറുദ അർത്ഥമറിയുന്നവനായിരിക്കുക. لأن الدعوات لو لم يكن القارئ عالما بمعانيها لا يكون فيها تأثير كما أشار إليه علي القاري في مقدمة حزبه الأعظم. പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞതാണ്. ദുആകളൊക്കെ അർത്ഥം പറഞ്ഞു ചെല്ലുമ്പോഴാണ് അതിന്റെ കാര്യമായ ഫലം കിട്ടുക. അപ്പോഴല്ലേ ഖുശൂഅ് ഉണ്ടാവുക, അപ്പോഴല്ലേ അല്ലാഹുവിലേക്കുള്ള തവജ്ജുഹ് കൃത്യമായ രീതിയിൽ ഉണരുക. പിന്നെയുള്ള ഉപാധി എന്താണെന്നറിയുമോ? വഖാമിസുഹാ ഖിറാഅതുഹാ ബിന്നഗ്മി ലിഅന്നഹാ ഉരിദത് മൻളൂമാ, പദ്യമായി തന്നെ ചൊല്ലുക, വായിച്ചു പോകാൻ പാടില്ല. ചില ബുറുദ മജ്ലിസുകളിൽ ബുറുദ ഖത്മ ചെയ്യാൻ എന്ന പേരിൽ വായിച്ചങ്ങനെ പോകാറുണ്ട്. അത് ശരിയല്ല. ബുറുദ ചൊല്ലുക തന്നെ വേണം. നമ്മളിപ്പോ ചൊല്ലിയതുപോലെ ഇങ്ങനെ ബൈത്തായി തന്നെ ചൊല്ലണം. വസാദിസുഹാ, ആറാമത്തെ ശർത്ത് എന്താണെന്നറിയുമോ? ഹിഫ്ളുഹാ, ബുറുദ മനപ്പാടമുണ്ടായിരിക്കുക. ബുറുദ മനപ്പാടമുള്ള ഒരാളെ നബിതങ്ങൾ നോക്കാതിരിക്കില്ല, പരിഗണിക്കാതിരിക്കില്ല. വസാബിഉഹാ, ഏഴാമത്തെ ഉപാധി എന്താണെന്നറിയുമോ? അയ്യകൂനൽ ഖാരിഉ മഅ്ദൂനൻ ബിഖിറാഅതിഹാ മിൻ അഹ്ലിഹാ, ഈ പാരായണം ചെയ്യുന്ന ആൾ അതിന്റെ അഹ്ലുകാരിൽ നിന്ന് സമ്മതം നൽകപ്പെട്ട ആളായിരിക്കുക, ഇജാസത്തുള്ള ആളായിരിക്കുക. വസാമിനുഹാ, എട്ടാമത്തെ ഉപാധി എന്താണെന്നറിയുമോ? ഖിറാഅതുഹാ മഅ തസ്ലിയത്തി അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ബുറുദ ചൊല്ലുക. ആ സ്വലാത്ത് ഏതാകണമെന്നറിയുമോ? മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ സ്വലാത്ത് തന്നെയാവണം. എന്തുകൊണ്ടാണ് ആ സ്വലാത്ത് തന്നെ ചൊല്ലണം എന്ന് പറയാനുള്ള കാരണം? മറ്റൊരു സ്വലാത്തും പരിഗണിക്കപ്പെടാതെ ഈ സ്വലാത്ത് തന്നെ ചൊല്ലണം എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? കേട്ടോളൂ. അന്നഹു ലമ്മ അൻഷദഹാ ഖറഅഹാ അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനായ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ഈ ഖസീദത്തുൽ ബുർദ പൂർവ ചെയ്ത സമയത്ത് മഹാനവറുകൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. ഇന്നലെ നമ്മൾ ചൊല്ലിപ്പോയ വരിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്റെ അറിവിന്റെ പരമാവധി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഒന്നാം നമ്പർ മനുഷ്യരാണ്, ദൈവമല്ല, ദൈവപുത്രനല്ല, മനുഷ്യൻ തന്നെ. പക്ഷേ ഇവിടെ പുത്തനാശയക്കാര് പറയും പോലെയുള്ള സാധാരണ മനുഷ്യനല്ല. നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കാറുണ്ട്, ശരിയാണ്. എന്നാൽ ചില്ലറ മനുഷ്യനാണോ? അല്ല. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി യാഖൂതതുൻ ഹജറുൻ ലാ കൽ ഹജരി. മുഹമ്മദ് നബി മനുഷ്യനാണ്, പക്ഷേ അത് സാധാരണ മനുഷ്യനെ പോലെയല്ല. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ കണ്ണുറങ്ങിയാലും ഖൽബ് ഉറങ്ങുകയില്ല. മുന്നോട്ട് കാണും പോലെ തന്നെ തങ്ങൾ പിറകോട്ടും കാണുന്നു. പൈശാചിക പാത, പൈശാചിക ഉപദ്രവം മൂലമുണ്ടാകുന്ന സ്വപ്നസ്ഖലനമില്ല. ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു നിലക്കും നമ്മെ പോലെയല്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ല. യാഖൂതത്തുൻ ഹജറുൻ, യാഖൂത്ത് കല്ലാണ്, പക്ഷേ മറ്റു കല്ലുകളെ പോലെയല്ല, അത് വിലപിടിപ്പുള്ള കല്ലാണ്. ഇതുപോലെ നബിതങ്ങൾ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയവനേക്കാൾ വലിയ വിഡ്ഢിയാരാണ്. അപ്പൊ ചൊല്ലിയിട്ട്
നബി തങ്ങളെ കുറിച്ച് എനിക്കറിയാവുന്നതിന്റെ പരമാവധി തങ്ങളൊരു 1-ാം നമ്പർ മനുഷ്യനാണ്, ചില്ലറ മനുഷ്യനല്ല. ഇത് പറഞ്ഞ് അടുത്ത വരി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോയി. അപ്പോഴതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നു. നബി തങ്ങളെ പറഞ്ഞു, ഇഖ്റ, ഓതു, നിങ്ങൾ പൂർത്തീകരിക്കൂ. യാ റസൂലല്ലാഹ്, എനിക്ക് അടുത്ത വരി ചൊല്ലാൻ കഴിയുന്നില്ല, എന്തു എഴുതണമെന്നറിയുന്നില്ല. അപ്പൊ നബി തങ്ങൾ പാടിക്കൊടുത്തു, ഖുൽ വഅന്നഹു ഖൈറുൽ ഖൽഖില്ലാഹി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരാണ്. അതങ്ങ് എഴുതിക്കോ, എഴുതി. അപ്പൊ ഇത് ഉൾക്കൊള്ളിച്ച സ്വലാത്താണ് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അപ്പൊ ആ സ്വലാത്ത് ചൊല്ലണം. അപ്പൊ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു ആ സ്വലാത്ത് എന്ത് ചെയ്തു? അവിടെ എഴുതി കൊടുത്തു എന്നാണ് ഇമാം ഖർബൂത്തി റളിയല്ലാഹു അൻഹു അസ്വീദത്തു ശുഹദയിൽ പറയുന്നത്. അപ്പൊ 9-ാമത്തെ ഇതിലെ 8-ാമത്തെ ഷർത്തല്ലേ നമ്മൾ വായിച്ചത്. 8-ാമത്തെ ഷർത്ത് എന്താണ്? ഈ സ്വലാത്തോട് കൂടെ ചൊല്ലണം എന്ന് പറഞ്ഞു. ഈ സ്വലാത്ത് കൂടാതെ മറ്റു വല്ല സ്വലാത്തുകളും ചൊല്ലിക്കഴിഞ്ഞാൽ ബുർദയുടെ കൃത്യമായ ഫലം ലഭിക്കുകയില്ല എന്നാണ് മഹാന്മാര് പറയുന്നത്. പിന്നെ 9-ാമത്തെ ഷർത്ത് എന്താണെന്ന് വെച്ചാൽ ബുർദയിലെ ഓരോ വരികൾക്കും ജവാബ് ചൊല്ലുക. അതല്ലാതെ ഇപ്പൊ നമ്മൾ ഇതുപോലെ 2 വരി ഒന്നിച്ചിരിക്കുകയല്ല, അത് നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി ചൊല്ലുക. കുറെ ഉണ്ട്, അതുകൊണ്ടാണ്. ഓരോ വരികൾക്കും ഈ സ്വലാത്ത് എന്ത് ചെയ്യുക? ചൊല്ലണം. മൗലായ സ്വല്ലി വസല്ലി എന്നുള്ള സ്വലാത്ത് ഓരോ വരികൾക്കും ചൊല്ലുക. അത് വളരെ തക്തീറുള്ള ഫലമുള്ള വിഷയം. ഇപ്പൊ ബുർദ ഏതൊരു വിഷയത്തിന് വേണ്ടി പാരായണം ചെയ്യപ്പെടുന്നുവോ അത് ഫലപ്രദമാക്കണമെങ്കിൽ ഈ രീതിയിൽ ബുർദ ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.